അസ്സലാമലൈക്കും, നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചൊരു ലോങ് ട്രിപ്പ് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയ ഓരോ വീഡിയോകൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കാളികാവുക്കാണ്. കാളികാവിൽ അവിടെ ഒരു ട്രിപ്പ് കിട്ടിയതാണ്. അപ്പോൾ ആ ട്രിപ്പിലുള്ള ആളുകളൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒന്ന് അവർക്കൊരു ടെക്സ്റ്റൈൽസിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്തിയത്. അതിരാവിലെ ആയതുകൊണ്ട് എവിടെയും തുറന്നിട്ടില്ല. അപ്പോൾ അവിടെ കാളികാവ് ജുമാ മസ്ജിദിൻ്റെ ഒക്കെ അവിടെ അന്നിങ്ങനെ വരുമ്പോൾ അവിടെ ബസ് സ്റ്റോപ്പ് ആൻഡ് കാളികാവ് ബസ് സ്റ്റാൻഡാട്ടത്. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കട ഉണ്ട്, അവിടെ കയറിയത്. അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ കൂടെ ഒക്കെ ഒന്ന് കയറി ഇറങ്ങി പോകുന്നത് കേട്ടോ. സ്റ്റാൻഡൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയാണ്ട് ഇങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇതാണ് കാളികാവ് ബസ് സ്റ്റാൻഡ്. ബസ്സൊക്കെ ഇങ്ങനെ വന്ന് സൈഡാക്കി നിർത്തിയിട്ടുണ്ട്, ആളുകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകാം കേട്ടോ. ഇനിയിപ്പോൾ അവർ അവിടെ ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും പോയൊക്കെ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നപ്പോൾ കണ്ട മയൂരി, ഇവിടെയാണ് മയൂരിയൊക്കെ ഉള്ളത് കേട്ടോ. അതിൻ്റെ അടുത്തത്തെ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് അവർ ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ അവരെ പാർട്ടിനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഞാൻ വണ്ടി ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കാളികാവുക്ക് തന്നെ ടൗണിൽ തന്നെ വന്നു അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തി വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് കണ്ടില്ലേ ഒരു പുഴ, കാളികാവുന്ന ഇതിൻ്റെ വിലങ്ങ് ചെറിയൊരു പാലമുണ്ട് കേട്ടോ. വലിയ വീതിയുള്ള പാലമെന്നല്ല, കുറച്ച് പഴക്കമുള്ള പാലാവും, അതാണ് ഇത്ര ചെറുത്. അപ്പോൾ പാലത്തിൻ്റെ അക്കരെ പോകണമെന്ന് ഞാൻ കരുതി നിൽക്കുക. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരു പ്രയാസമുണ്ട്. കാരണം അവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ വെള്ളം തെറിപ്പിച്ചാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2-3 പ്രാവശ്യം അപ്പുറം കിടക്കാൻ നോക്കി, കഴിഞ്ഞില്ല. അപ്പോൾ ഇതാ ഇവിടെ പോണ വഴിക്ക് മുളൻ്റെ ഇല പോലത്തെ ഒരു ഇലല്ല ചെടികൾ, നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. അതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്താണ്. അപ്പോൾ ഇവിടെ കണ്ടോ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽസ് എന്ന് പറഞ്ഞൊരു കട കണ്ടു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ പോയപ്പോൾ മാർക്കറ്റ് കണ്ടു. ഇതാണ് കാളികാവിലെ മീൻ മാർക്കറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കണില്ല. അപ്പോൾ കുറച്ചൊക്കെ കണ്ട് ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ വണ്ടി ചാർജ് ചെയ്യണമെന്ന് നോക്കണം, ചാർജ് ഓഫ് ആയിക്കണമെന്ന് നോക്കണം. അങ്ങനെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നതാട്ടോ. അപ്പോൾ പോകുമ്പോൾ കണ്ടോ ഇവിടുത്തെ ഒരു മല, കാളികാവിലൊക്കെ ചെന്ന് കാണാൻ പറ്റും ഇതേപോലെ മലകൾ, നല്ല ഹൈറ്റുള്ള നിരകളാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യേണ്ട അടുത്തുള്ളൊരു ടെക്സ്റ്റൈൽസാണ് കേട്ടത്. അത് കണ്ടപ്പോൾ ഒന്നിങ്ങനെ വീഡിയോ എടുത്തത്. ഇതിൻ്റെ തൊട്ടടുത്തൊരു പോസ്റ്റ് മേലുണ്ട് ചാർജ് ചെയ്യണം കേട്ടോ, ഇലക്ട്രിക് പോസ്റ്റ് മേൽ. അപ്പോൾ വണ്ടി അതിൽ കുത്തി വെച്ചിരിക്കുകയാണ്, വണ്ടി ചാർജ് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ കണ്ടോ ഇങ്ങനെയുണ്ട് ഈ ഇലക്ട്രിക് വണ്ടിയൊക്കെ ചാർജ് ചെയ്യാനുള്ള പോയിൻറ്റുകളുണ്ടാകുക. അങ്ങനത്തെ ഇലക്ട്രിക് കാലുമ്മൽ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ അതുമേൽ നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റും. ഫോണിൽ ഒരു ആപ്പ് കയറ്റാനുണ്ട്, ആപ്പിൽ പൈസ കയറ്റി വേണം ചാർജ് ചെയ്യാം. വേണ്ട 119 ആയിക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി 130 ഫുള്ളായി. അതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാം കേട്ടോ. അവരെടുത്തിട്ട് ഞങ്ങൾക്ക് വേറെ എവിടെ പോകേണ്ടത് പറഞ്ഞാൽ എവിടെയും കൂടി പോകണം. അപ്പോൾ ഏകദേശം ചാർജൊക്കെ ഫുള്ളായി, ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാം. അവരെടുത്തിട്ട് ഇനി വേറെ സ്ഥലത്ത് പോകാണ്ട്. നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് മഴക്ക് കുറവുണ്ട്. അപ്പോൾ ഇനി വണ്ടി ചാർജൊക്കെ ആയതുകൊണ്ട് ഇനി എടുത്ത് പോകാം. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തിയിട്ട് അവരെടുത്ത് രണ്ടാമത്തെ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി. അപ്പോൾ ആ വീടിൻ്റെ മുൻവശത്ത് കൂടെ ഇങ്ങനെ നടക്കണം. അപ്പോൾ അവിടെ വലിയൊരു വീടൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അത് വാര്യംകുന്നൻ ആരുടെ കുടുംബത്തിൽപ്പെട്ടതാട്ടോ. നമ്മൾ വാര്യംകുന്നൻ ആരാ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് വീടുകൾ ഇതിലുണ്ട് കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. അപ്പോൾ അവരുടെ ഒരു പഴയൊരു വീടുണ്ട് അവിടെ, അതിലാണ് ഇപ്പോൾ നമ്മളെ പാർട്ടിക്കാർ താമസിക്കുന്നത് കേട്ടോ. അതായത് ബാപ്പുട്ടിയാജിൻ്റെ വീട്ടിലാണ്, വാര്യംകുന്നൻ ബാപ്പുട്ടിയാജിൻ്റെ വീടാണ് കേട്ടോ. അത് ഞാനിപ്പോൾ വണ്ടി നിർത്തിയത് അവിടെ പഴയ വീടാണ്. ആ വീട്ടിൽ പണ്ട് കൃഷികളൊക്കെ ഉള്ള കാലത്തെ ഇവിടുന്ന് കാളികാവുന്നും പിന്നെ എല്ലാ സ്ഥലത്തു നിന്നും ലേഡീസൊക്കെ ഇവിടെ വന്ന് നെല്ല് കുത്താൻ വരുന്നതാണ്. അങ്ങനെ ഇവിടെ കുറേ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാര്യംകുന്നന്മാരെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. വാര്യംകുന്നന്മാരെ കുടുംബങ്ങളൊക്കെ ഇതിൻ്റെ ചുറ്റുവശത്ത് കൂടി ഉണ്ട് കേട്ടോ.
വാര്യംകുന്നൻ അഹമ്മദാജിൻ്റെ തറവാട് അറിയുമ്പോൾ കുറച്ചും കൂടി ഇവിടുന്ന് പാലമുണ്ട്, ആ പാലത്തിൻ്റെ അക്കരെന്നാണ് പറഞ്ഞത്. അവിടെ പോകാൻ പറ്റുമെങ്കിൽ പോകണം. അപ്പോൾ ഇതാണ് വാര്യംകുന്നൻ വാപ്പുട്ടിയാജിൻ്റെ വീട്. അന്നത്തെ നല്ല ടോപ്പ് വീടാണ്, അന്നത്തൊക്കെ ടോപ്പ് വീടാണ് കേട്ടോ അവിടെ. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും നെല്ല് കുത്താനും ഒക്കെ ആളുകൾ ഇവിടെ വരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ അവർക്കൊക്കെ വലിയ വലിയ വീടുകളൊക്കെ ആയിട്ട് ഇതിൻ്റെ തൊട്ട സൈഡിലൊക്കെ ഒരുപാട് വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ വലിയ തറവാട് വീടൊക്കെയാണുള്ളത്. ഒരുപാട് സ്ഥലത്തുനിന്ന് നെല്ലുത്താനും ഇതിനൊക്കെ ആളുകൾ ഇവിടെ വന്നേനെന്ന് പറഞ്ഞു. കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു കേട്ടോ ഇവിടെ. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ കുടുംബങ്ങളെ വീടുകളൊക്കെ കണ്ടല്ലേ. ഈ രണ്ട് സൈഡ് അവരുടെ വീടുകൾ തന്നെയാണ് കേട്ടോ. നല്ല വീടുകളാണ്. അന്നത്തെ കാലത്ത് തന്നെ വണ്ടിയും വാഹനങ്ങളൊക്കെ കുറവായതുകൊണ്ടൊക്കെ നടന്നാണ് വന്നിരുന്നത്. കുറേ ഇതുണ്ട്, അത് എടക്കര എത്തിയിട്ട് ഞാൻ നിങ്ങളപ്പോൾ ഒന്ന് തിരിച്ച് വന്നപ്പോൾ എടക്കര പള്ളിയിലൊന്ന് കയറിയത്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വീട് എടുത്തതാണ്. പള്ളീൻ്റെ പണി നടന്നു കൊടുക്കാൻ കേട്ടോ. പള്ളി പൂവത്തിപ്പള്ളി എന്ന് പറയും. പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുറത്തു കൂടെ ഒക്കെ പോന്നപ്പോൾ ഒരു വീട് അങ്ങനെ എടുത്തതാണ്. ഇവിടുത്തെ വലിയ പള്ളിയായിട്ട് റമദാനിക്കൊക്കെ ഇവിടെ 30 ദിവസം നല്ല ഫുഡാണ് കേട്ടോ. നോമ്പറൊക്കെ ഉണ്ടാക്കാൻ വലിയ പേര് കേട്ട പള്ളികളാണ്. അപ്പോൾ അതാണ് അവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി കൊടുത്തുണ്ടോ ബ്യൂട്ടി മാർക്ക് പറഞ്ഞ ജ്വല്ലറിയൊക്കെ അവിടെ കാണാം. അപ്പോൾ ഇതിലെങ്ങനെയാണ് അവിടെ പോവുക. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവിടെ ബ്യൂട്ടി മാർക്ക്